വന്നിരിക്കുന്നത്. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ വന്നാന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കഴിഞ്ഞിട്ട് ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടികളുടെ പഠനത്തെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മക്കൾ +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചുള്ള കാര്യം. അതായത് +2 കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഏത് ജോബാണെങ്കിലും ഡിഗ്രിയോട് കൂടിയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ല ഇനിയിപ്പോൾ IT മേഖലയിൽ പോകാൻ IT സംബന്ധമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ എടുക്കുന്ന തീരുമാനം നമ്മൾ ഉറച്ച തീരുമാനമാണ്. അല്ലാതെ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ മാതാപിതാക്കളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവരുമായി ചർച്ച ചെയ്തിട്ട്, ചില കുട്ടികൾ മാതാപിതാക്കന്മാരെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവർ ഓരോ ജോലി തിരഞ്ഞെടുക്കുക. ചില കുട്ടികൾ സ്വന്തം തീരുമാനത്തിലായിരിക്കും ജോലി തിരഞ്ഞെടുക്കുക. അങ്ങനെ +2 കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ഡിഗ്രിയോട് കൂടിയിട്ടുള്ള ജോബ് നമ്മൾ ഏത് കോഴ്സാണെങ്കിലും എടുക്കുമ്പോൾ അതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാരണവശാലും പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ജോബിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. ചെറിയ ശ്രദ്ധ മാത്രം കൊടുത്താൽ പോരാ, നല്ല ശ്രദ്ധ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ആ ജോലിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ രക്ഷിതാക്കളായിട്ട് പറയും ഞാൻ ഇന്ന ജോലി പഠിക്കാൻ പോവാണ്, എനിക്ക് ഇന്നതാവണം, ഇന്ന ആളാവണം എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ കുട്ടികളെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിൽ എടുക്കുന്ന അവർ രക്ഷിതാക്കളായിട്ട് പറയുന്ന തീരുമാനങ്ങൾ എപ്പോഴും അവസാനം വെച്ചിട്ട് രക്ഷിതാക്കൾ വിചാരിക്കുന്നത് പോലെയല്ല കുട്ടികളുടെ തീരുമാനം ഉണ്ടാവുക. അവർ ആ പഠനം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ അവർക്കൊരു മനംമാറ്റം സംഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. കാരണം ഏതായാലും ഒരു കോഴ്സ് എടുക്കുമ്പോൾ 3 to 4 ലക്ഷം രൂപ വരെ നമുക്ക് ഓരോ മാതാപിതാക്കന്മാർക്കും ചെലവ് വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3-4 ലക്ഷം. അതിൽ കൂടുതൽ വരുന്ന ജോബ് വേക്കൻസികളൊന്നും നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ചില കുട്ടികൾ 5-6 ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അത്തരം നമ്മൾ ഓരോ ജോബ് സെലക്ട് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ ഉറച്ചു നിൽക്കും. ആ ജോലി തന്നെ ചെയ്യണം, ആ ജോലിയുമായിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം. പല കുട്ടികളുടെയും വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോകുന്ന അതേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ ജോലിക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ. കാരണം നമ്മളിപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ പോകുമ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഒരു ബാഗും കഴിക്കാനുള്ള ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളെല്ലാം നമ്മൾ കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ സ്റ്റുഡൻ്റാണ്. അവിടെ നമ്മളെ പഠിപ്പിച്ചു തരാൻ മാഷന്മാരുണ്ട്, അതിൻ്റെ തെറ്റ് കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആളുകളുണ്ട്. അതേപോലെയല്ല നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ ജോലി നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ
എന്നുള്ളൊരു തോന്നല് ആദ്യമേ നമ്മളെ കുട്ടികൾക്കുണ്ടാവും. കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാതെ വീട്ടിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചിട്ട് അത്രയും പൈസ ഫീസും അടച്ച് പഠിക്കാൻ കാണിക്കുന്ന അലസത, മടി, ഇതിലൂടെ സമ്പാദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ആ ജോലിയോട് ഒരു താല്പര്യവും കാണുന്നില്ല. ഇപ്പോഴത്തെ സമൂഹത്തിൽ ചില കുട്ടികളിൽ നമ്മളങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മക്കള് ആദ്യമേ ഒരു തീരുമാനം എടുക്കാം, എനിക്ക് എന്തെങ്കിലും ഒരു പണി മുതൽ മുടക്കില്ലാത്ത വല്ല പണി പഠിക്കാൻ പോവുക എന്നുള്ളൊരു തീരുമാനം എടുത്താൽ രക്ഷിതാക്കൾക്ക് വലിയൊരു എമൗണ്ട് ചെലവ് വരില്ല. ഇത്രയും പൈസ മുടക്കിയിട്ട് ലാസ്റ്റ് ഈ പണം മുടക്കി നമ്മൾ പഠിപ്പിച്ചിട്ട് അവസാനം ഈ മക്കള് ആ തൊഴിലിൽ ഉറച്ചു നിൽക്കാതെ പിന്നെ ഇഷ്ടമുള്ള തൊഴിൽ മേഖലയിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടാവും. ഇന്ന് കണ്ടുവരുന്ന കുട്ടികൾ മിക്ക മക്കളും +2 കഴിഞ്ഞ് ഡിഗ്രിയോട് കൂടിയിട്ടുള്ള കോഴ്സിലേക്ക് ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ആ തൊഴിലും ആ ഡിഗ്രി എടുത്തിട്ടുള്ള ആ ഒരു ഏത് കോഴ്സായാലും ആ കോഴ്സിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അത് പകുതിക്ക് വെച്ച് നിർത്തി വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുക. അത് രക്ഷിതാക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. തീർച്ചയായും നമ്മളെ കുട്ടികൾ അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യാൻ പാടില്ല. അത് മാതാപിതാക്കന്മാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പഠിക്കാൻ പോകുമ്പോൾ അത് പഠനത്തിന് വേണ്ടി മാത്രമല്ല, സ്വന്തം ജീവിതം തന്നെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മളെ മക്കൾ മനസ്സിലാക്കും. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏത് തൊഴിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം, ഒരു ആണായാലും പെണ്ണായാലും ഒരു തൊഴിൽ അത്യാവശ്യം. പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താക്കന്മാരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് നിന്ന് പോകേണ്ടി വരും. ചിലവർ പഠിക്കാൻ പോകും, ചിലവർ വീട്ടിൽ അടുക്കള ജോലിയുമായിട്ട് ഹൗസ് വൈഫായിട്ട് അങ്ങനെ നിന്ന് പോകും. ചില കുട്ടികൾ അവർ എന്താണോ പഠിച്ചത് ആ പഠനത്തിൽ കുറച്ച് പോകും, അത് ജോലി നേടി ആ ജോലിയുമായി മുന്നോട്ട് അങ്ങനെ പോകും. വലിയ ശമ്പളം ആണെങ്കിലും ചെറിയ ശമ്പളമാണെങ്കിലും അങ്ങനെയാണ് അവർ ആണായാലും പെണ്ണായാലും ചെയ്യേണ്ട കാര്യം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെല്ലാവരും കുട്ടികൾ ശ്രദ്ധ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം പറയാൻ എനിക്ക് മനസ്സിൽ തോന്നി, അത് നിങ്ങളുമായി പങ്കുവെച്ചു. അതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. നമ്മുടെ സമൂഹം നല്ല രീതിയിൽ നമ്മുടെ മക്കൾ